കൗരവർ പാണ്ഡവരും തമ്മിലുള്ള ഒരു കഥയുണ്ട്. കൊട്ടാരത്തിൽ ചെന്നപ്പോ സ്ഥലജലഭ്രമം ബാധിച്ച് ഉണ്ടെന്ന് തോന്നിയ സ്ഥലങ്ങളിൽ മുണ്ടുപൊക്കിയും വെള്ളമില്ല, യഥാർത്ഥത്തിൽ വെള്ളം കിടന്ന സ്ഥലത്ത് വെള്ളമില്ല എന്ന് പറഞ്ഞ് വെള്ളത്തിൽ വീണും അങ്ങനെ സ്ഥലജലഭ്രമത്തിൽപ്പെട്ട ഒരു കഥ ചരിത്രത്തിൽ കിടപ്പുണ്ട്. കൗരവരുടെയും പാണ്ഡവരുടെയും കഥയിൽ. അങ്ങനെ കിടക്കുന്ന കഥയിൽ അവരുടെ അവസ്ഥ, ആ രാജകുമാരന്മാരുടെ അവസ്ഥയിലാണ് പിണറായി വിജയനും CPM ചെന്നപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തോറ്റാൽ എന്ത് സംഭവിക്കണം? തോറ്റതിന്റെ വിലയിരുത്തൽ നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. അതിനിടയിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് പുറത്താക്കിയ, ആ സമിതിയിൽ നിന്ന് പുറത്താക്കിയതോ പുറത്തു പോയത്, രാജിവെച്ചതായിട്ട് ഒരാൾ, എന്തായാലും അതേ ഇപ്പൊ ആ സമിതിയിലില്ല, ഇല്ലാത്ത ഒരാളിന് ഉള്ള കേസ് കൊടുപ്പിച്ച്, കുത്തിത്തിരിപ്പിച്ച് കേസ് കൊടുപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് പിൻവലിപ്പിക്കാൻ ശ്രമം നടത്തി. യഥാർത്ഥത്തിൽ പാട്ട് പിൻവലിപ്പിക്കുക എന്നൊരു ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് സംഭവിച്ച് ചെന്നെത്തി നിൽക്കുന്നത് ചൊറഞ്ഞ് മാന്തി പുണ്ണാക്കി ഓപ്പറേഷനാക്കി വീണ്ടും അത് CPM-ന് ഇതാ വലിയ തോതിൽ തിരിച്ചടി വരാൻ പോകുന്നു. CPM വിചാരിച്ചത്, പ്രത്യേകിച്ച് രാജീവ് പ്രഭാകർ വിചാരിച്ചത്, ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഈ വിഷയത്തിൽ BJP കെണിയിൽ വീഴും. BJP ഉടനെ തന്നെ പറയും പാട്ട് പിൻവലിക്കണമെന്ന്. BJP പാട്ട് പിൻവലിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ സംഘപരിവാറുകാർ പറയും പാട്ട് പിൻവലിക്കണമെന്ന്. ഇതാണ് CPM കരുതിയത്. അവർ രണ്ടുപേരും പിൻവലിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേസ് ശക്തപ്പെടുത്തി ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്യാം. അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്യാമല്ലോ. അബ്ദുള്ളയെ പാടിയത് മുസ്ലിങ്ങളാണ്, ഇറക്കിയതെല്ലാം മുസ്ലിങ്ങൾ. അപ്പൊ മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിച്ചവരാണെന്ന് പറഞ്ഞ് BJP-യേക്കാൾ മുന്നിൽ ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി വാദിച്ചത് ആ പാട്ട് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെ വോട്ട്, മുസ്ലിങ്ങളെ പിടിച്ചിരിക്കുന്നു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാക്കി ഹിന്ദുക്കളെ വോട്ടും. അപ്പൊ വിശ്വാസികളല്ലാത്ത ഹിന്ദുക്കളെ വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രം പയറ്റ് ചെയ്തു. ചരിത്രത്തിലാദ്യമായി KT കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള ആളുകൾ രാഹുൽ ഈശ്വറിനോടൊക്കെ വലിയ വഴക്കാണ് ഉണ്ടാക്കുന്നത്. ഈ ചാനലുകളിലൊക്കെ വന്നിരുന്നത് വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരായി കനകദുർഗയെയും അമ്മിണിയെയും രഹ്ന ഫാത്തിമയൊക്കെ പാതിരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ 18ാം പടി ഒക്കെ ഉപേക്ഷിച്ചിട്ട് ശബരിമലയിൽ കയറ്റി, അത് പിന്നെ കോട്ടയത്തു നിന്നും പാലയിൽ നിന്നൊക്കെ ബീഫ് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല. അങ്ങനെ ബീഫൊക്കെ വാങ്ങിച്ചു കൊടുത്ത് രഹ്ന ഫാത്തിമയൊക്കെ നമ്മുടെ ശ്രീജിത്ത് IPS ഒക്കെ കൂടി അംഗരക്ഷകരായി അങ്ങനെ ശബരിമലയിലോട്ട് കയറ്റി. ശ്രീജിത്ത് പറയുന്നത് അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്തു എന്നാണ്. പിന്നെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഓഫീസറെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. എന്തായാലും പിന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കനകദുർഗയും പിന്നെ അമ്മിണിയും ഒക്കെ കൂടി ശബരിമലയിൽ കയറി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഹരിച്ച് ഇവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായും അയ്യപ്പന് മാളികപ്പുറത്തമ്മയെ അയ്യപ്പൻ പ്രളയകാലത്ത് കല്യാണം കഴിച്ചത് കൊണ്ട് ഇനി സ്ത്രീകൾക്ക് ശബരിമല പോകാമെന്ന് സ്വരാജ് പ്രസംഗിച്ചു. ആ സ്വരാജിന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഇതെടുത്ത് അടിക്കുകയാണ്. അപ്പൊ ആ സ്വരാജ് തോറ്റും പോയി. അപ്പൊ അയ്യപ്പൻ തോപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെതിരെ ഒരു പാരഡിപ്പാട്ട് ഇത് ഉണ്ടാക്കി CPM-കാര് മലപ്പുറം ജില്ലയിൽ. പണ്ട് കലാഭവൻ മണിയും നാദൃശയും കൂടി കൈരളിയിൽ അവതരിപ്പിച്ചൊരു പാരഡിപ്പാട്ടുണ്ട്. ഇതെല്ലാം കുത്തിപ്പൊക്കിയെടുത്ത് ഇട്ടുവെന്ന് മാത്രമല്ല, ഹൈന്ദവ സംഘടനകൾ ഇത് ഏറ്റുപിടിച്ചില്ല. RV ബാബുവിനെ പോലെയുള്ള ഹൈന്ദവർക്ക് വേണ്ടി നന്നായി വാദിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ള, ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള സെമി സംഖ്യയായ രാഹുൽ ഈശ്വരും ശ്രീജിത്ത് പണിക്കരും അടക്കമുള്ള ആളുകൾ ഈ പാട്ട് എഴുതിയത് ശരിയാണ്, അതൊരു പാരഡി ഗാനമായി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അഭിലാഷിനെ പോലെയുള്ള വക്കീലന്മാർ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അഭിലാഷ്, ജയശങ്കർ, എല്ലാവരും ഈ പാട്ടിനെ പ്രകീർത്തിച്ചുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ CPM വെട്ടിലായി. അങ്ങനെ പാട്ട് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇതിന് സമാനമായി ഇതേ പാട്ടുകൾ വെച്ചുകൊണ്ട് പിന്നെ എല്ലാവരും മലയിലേക്ക് വാല്യൂ കയറ്റിയെ എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിന്റെ ന്യൂസ്, അതിൽ VCയെ കയറ്റിയെ പിന്നെ കോംപ്രമൈസ് ആയ എന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാട്ട്, അങ്ങനെ ഇതേ ടൂണിൽ 100 കണക്കിന് പാട്ടുകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോണൊരു അപകടം, ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്ത്. അബ്ദുള്ള നല്ല എഴുത്തുകാരനാണ്, 10-30 വർഷമായിട്ട് കോൺഗ്രസിന് വേണ്ടി പാട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹം TK ഹംസയെ പ്രകീർത്തിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ TK ഹംസയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, മാപ്പിളപ്പാട്ടിന്റെ രാഗത്തിൽ. ഇദ്ദേഹത്തിന് നന്നായി പാടാൻ അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ നന്നായി സംഗീതം കൊടുക്കുന്ന പാടുന്ന നല്ല ടീമുണ്ട്. ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് CPM അനുഭവിക്കാൻ പോണ മറ്റൊരു ബുദ്ധിമുട്ട്, ഇടതുപക്ഷ മുന്നണി അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ട്,
നിങ്ങൾ പിടിച്ചത് പുലിവാലിലാണ്. സംഭവിക്കാൻ പോണ മറ്റൊരു ബുദ്ധിമുട്ട്, അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ ഇവർ പല പാട്ടുകൾ ഇറക്കും. ഒരുപക്ഷെ അതിനകത്ത് അയ്യപ്പന്നോ ദേവിയെന്നൊന്നും കാണത്തില്ല, മാളിയപ്പുറന്നൊന്നും കാണത്തില്ല. അല്ലാത്ത രൂപത്തിലുള്ള മനോഹരമായ പാട്ടുകൾ ഈ അബ്ദുള്ള ഇറക്കും. ആ പാട്ടിന് കേരളത്തിൽ ചൂടപ്പം പോലെയായിരിക്കും ഇലക്ഷൻ സമയത്ത് വിറ്റുപോകുന്നത്. വലിയ പണിയായിരിക്കും CPM കിട്ടുന്നത്. അപ്പോൾ ചില വിഷയങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലതെന്നും അത് അങ്ങനെ കുത്തിപ്പൊക്കി മുന്നോട്ട് കൊണ്ടുപോകരുതെന്നും, അങ്ങനെ ഏതെങ്കിലും രാജീവ് എബ്രഹാമോ അല്ലെങ്കിൽ CPM ആളോ അല്ലെങ്കിൽ ഒരു പാത സംരക്ഷണ സമിതിക്കാരോ കൊണ്ടുവന്നാൽ CM ഓഫീസിൽ നിന്ന് അതിനെ വിലക്കി, ഇത് സൈബർക്കാരെ കൊണ്ട് വിലക്കിച്ച് കേസൊന്നും എടുപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതിന് പകരം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ സൈബർ വിങ്ങുകാരും പോലീസും DGPയും ADGPയും എല്ലാവരും പ്രവർത്തിച്ചതാ ദുബായിൽ പോയി ഖത്തറിൽ പോയി അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ജോലിയെല്ലാം കളയിച്ച് അറസ്റ്റ് ചെയ്ത് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ തോതിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കാൻ പോണത്, മുസ്ലിം അബ്ദുള്ളയെ പോലുള്ള അറസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ നന്നായി ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇന്ന് CPM വോട്ട് ചെയ്യുമെങ്കിൽ അവരും കൂടെ എതിർപ്പാവും. ഹിന്ദുക്കളിൽ നല്ലൊരു വിഭാഗം മതേതര വിശ്വാസികൾ തീർച്ചയായിട്ടും എതിർപ്പാവും. അല്ലാതെ മതവിശ്വാസികളായ അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരും ഈ CPM ഇത് ചെയ്തത് കൊണ്ട്, ഒരുപക്ഷെ കോൺഗ്രസ് ചെയ്തെങ്കിലും അവർ വിശ്വസിച്ചേനെ, BJP ചെയ്തെങ്കിലും വിശ്വസിച്ചേനെ. കനകദുർഗയെയും മണിയെയും അമ്മിണിയെയൊക്കെ കയറ്റിയ CPM ഇത് ചെയ്യുമ്പോൾ അതിലൊരു അപകടമുണ്ടെന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് കഴിയും. ചുരുക്കത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ഡാവും. ഒരു കാലിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു വിരലിലുണ്ടായിരുന്ന മന്തിനെ വലതുകാലിലാക്കി ഇടതിലാക്കി മൊത്തം മന്താക്കുന്ന രീതിയിലുള്ള ഒരു വൈദ്യന്റെ പണിയാണിപ്പോൾ ഈ പിണറായി വിജയനും സംഘവും CPM ചെയ്തിരിക്കുന്നത്. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വൈദ്യനെ കാണാനായിട്ട് ഒരു ചെറിയ ചൊറി ശരീരത്തിലുണ്ടായ ആള് വൈദ്യനെ കാണാൻ ചെന്നപ്പോൾ വൈദ്യർ ഒരു മരുന്ന് കൊടുത്തു. വൈദ്യര് മരുന്ന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് പിറ്റേ ദിവസം രാത്രിയാണ് കഴിക്കാൻ പറഞ്ഞത്. രാത്രി കഴിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബോഡി മൊത്തം വലിയ തടിപ്പാണ്. അപ്പോൾ അദ്ദേഹം പേടിച്ചു പോയി വൈദ്യന്റെ അടുത്ത് ഓടി ചെന്ന് പറഞ്ഞു. വൈദ്യര് പറഞ്ഞു, ഇത് എന്തിനാണ് നിനക്ക് മരുന്ന്? വൈദ്യരെ, എനിക്കൊരു ചെറിയൊരു സ്പോട്ടാണ് ഉണ്ടായിരുന്നത്, അവിടത്തേക്ക് മരുന്ന് കഴിച്ചപ്പോൾ എന്റെ ബോഡി മൊത്തം ഇപ്പോൾ സ്പോട്ടായല്ലോ, വലിയ പ്രശ്നമായല്ലോ, വേദനയാണെന്ന് പറഞ്ഞപ്പോൾ വൈദ്യര് പറഞ്ഞു, നിനക്ക് കഴിഞ്ഞ ജന്മത്തിൽ കുറെ ചൊറി വരാനുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ നിനക്ക് കുറച്ച് ചൊറി വരാനുണ്ട്, അടുത്ത ജന്മം നിനക്ക് കുറച്ച് ചൊറി വരാനുണ്ട്. അപ്പൊ ഞാൻ ഈ മരുന്ന് തന്നപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്റെ ചൊറിയും ഈ ജന്മത്തിൽ നിന്റെ ചൊറിയും ഇനി വരാൻ പോണ ജന്മത്തിൽ നിന്റെ ചൊറിയും കൂടി ഇപ്പൊ ശരീരത്തിന് പുറത്ത് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ചികിത്സിക്കാം. ഈ പരിപാടിയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. വലിയ 8ന്റെ പണിയാണ് അയ്യപ്പൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സംശയമുള്ളത്, അയ്യപ്പൻ രാജു എബ്രഹാമിന്റെ ബോഡിയിൽ കയറിയോ, എബ്രഹാമിനെ കൊണ്ട് ഇങ്ങനെ പറയിച്ച് കേസ് ഒഴിപ്പിച്ചതാണോ, ഈ പാതയിലൊക്കെ പോയ ആളുകളെ കൊണ്ട് വീണ്ടും അയ്യപ്പൻ ഇറങ്ങി പണിയുകയാണോ എന്നുള്ളതാണ് സംശയം. 8ന്റെ പണിയാണ് ഇതിന് CPM ഇടതുപക്ഷത്തിനും കിട്ടാനിരിക്കുന്നത്.